ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അബീസ് വ്ളോഗ്സ്. ഞാനിന്നിവിടെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു മില്ലറ്റ് ദോശയുടെ റെസിപ്പിയുമായാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ചാമ ദോശയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഇത് വെയിറ്റ് ലോസിന് നല്ലതാണ്. അതുപോലെ ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആണ്. ഞാനിവിടെ 2 കപ്പ് ചാമ ദോശ മിക്സ് എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കടയിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കൊന്ന് കലക്കിയെടുക്കാം. ഈ ദോശ മിക്സ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 2 കപ്പ് പൊടിയുള്ളത് കൊണ്ട് ഒന്നിച്ച് അടിച്ചെടുക്കാനായിട്ട് പ്രയാസമാണ്. അതുകൊണ്ട് ഞാനിവിടെ പകുതി പൊടിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ചാമ ദോശ മിക്സ് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. സാധാരണ ദോശമാവിൻ്റെ അയവിലാണിത് കലക്കിയെടുക്കേണ്ടത്. ഇനി നമുക്ക് ബാക്കി പൊടി കൂടി ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ദോശ മിക്സ് ഞാനിവിടെ അടിച്ചെടുത്തു. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് അടിച്ചെടുക്കേണ്ടത്. ഇത്രയും വെള്ളമാണ് ഇതിനകത്ത് ചേർക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഒരു 8 to 10 hours ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റാണ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത്. ഇനി നമുക്കിത് പാത്രം അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. നമ്മുടെ മില്ലറ്റിൻ്റെ ദോശ മിക്സ് ഇന്നലെ രാത്രി കലക്കി വെച്ചതാണ്. ഇപ്പോൾ രാവിലെയായി. ഇനി അതൊന്ന് തുറന്ന് നോക്കാം. ഇനി അതൊന്ന് ഒരു തവി വെച്ച് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. മാവിവിടെ കുതിർന്നിട്ടൊക്കെ ഉണ്ട്, കണ്ടോ. ഇനി നമുക്ക് ഈ മാവ് വെച്ച് നല്ല അടിപൊളി ദോശ ഉണ്ടാക്കിയെടുക്കാം. ദോശ ഉണ്ടാക്കുവാനായിട്ട് ഞാനിവിടെ ഒരു ദോശക്കല്ല് അടുപ്പേ വെച്ചു. അത് ചൂടായി. ഇനി അതിലേക്കൊരല്പം നല്ലെണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം. നല്ലെണ്ണ പുരട്ടിയാൽ ദോശ പെട്ടെന്ന് കല്ലിൽ നിന്ന് ഇളകി കിട്ടും. ഇനിയും ഇതിലേക്ക് ഒരു തവി മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കാം. ഞാനിവിടെ കനം കുറച്ചാണ് പരത്തുന്നത്. കനം കുറച്ച് ഈ ദോശ ഉണ്ടാക്കിയാൽ അതാണ് കൂടുതൽ ടേസ്റ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ ദോശ ഉണ്ടാക്കുന്നത് പോലെ ഇത് ഉണ്ടാക്കിയെടുക്കാം. എങ്കിലും എനിക്കിത് ഇങ്ങനെ കനം കുറച്ച് പരത്തി ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. ഇനി ഇതിലേക്ക് ഒരല്പം നെയ്യ് കൂടെ നമുക്ക് പുരട്ടി കൊടുക്കാം. നെയ്യൊക്കെ പുരട്ടി ഈ ദോശ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഇതിനകത്ത് പ്രോട്ടീനും കാൽഷ്യവും അയണും വൈറ്റമിൻസും ഒക്കെ ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് വളരുന്ന കുഞ്ഞുങ്ങൾക്ക് ഇത് നല്ലതാണ്. ദോശയുടെ ഒരു വശം മൂത്തിട്ടുണ്ട്, കണ്ടോ. കല്ലേന്നൊക്കെ നന്നായിട്ട് വിട്ടു പോന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നെയ്യൊക്കെ പുരട്ടിയിരിക്കുന്നത് കൊണ്ട് ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. ഈ വശവും മൂത്തു. ഇനി നമുക്കിത് കല്ലിൽ നിന്നും എടുത്തു മാറ്റാം. അടുത്ത ദോശ കൂടി നമുക്ക് ചുട്ടെടുക്കാം. കല്ലേൽ ഒരല്പം നല്ലെണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒരു തവി മാവ് കോരി ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് കനം കുറച്ച് പരത്തി കൊടുക്കാം. ഇനിയും ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി പുരട്ടി കൊടുക്കാം. ഇതും ഇവിടെ ഒരു വശം മൂത്തു, കല്ലേന്നൊക്കെ ഇളകിയിട്ടുണ്ട്. ഇനി ഇതുകൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ ദോശയും ഇവിടെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് കല്ലിൽ നിന്ന് എടുത്തു മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള ദോശകൾ കൂടി ചുട്ടെടുക്കാം. ഞാനിവിടെ ആവശ്യത്തിന് ദോശയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മുടെ ലിറ്റിൽ മില്ലറ്റിൻ്റെ അടിപൊളി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണിത്. ഇത് നല്ല ഹെൽത്തിയുമാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി മറക്കാതെ ഒന്ന് എനാബിൾ ചെയ്യണം. എങ്കിലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇതുവരെയും എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനിയും മറ്റൊരു നല്ല വീഡിയോയുമായി കാണും വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.